വെൽക്കം ബാക്ക് ടു ആയുർ പത്മ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം, അപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റും. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആയുർ പത്മ. ഞാൻ ഡോക്ടർ ശീതൽ. ഓരോരുത്തർക്കും പല കൺസേൺ ആയിരിക്കും ഉണ്ടാവുക. ചിലർക്ക് ഡ്രൈനെസ് ആയിരിക്കും, ചിലർക്ക് ഏജിങ് ആയിരിക്കും, ചിലർക്ക് റിങ്കിൾസ് ആയിരിക്കും, ചിലർക്കാണെങ്കിൽ ഓയിലി സ്കിന്നാണ്, ബ്ലെമിഷസ് ഉണ്ട്, ബ്രേക്ക്ഔട്ട്സ് ഉണ്ട്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് എന്ന് വേണ്ട പലർക്കും പല കൺസേൺ ആണ് ഉള്ളത്. എന്താണെങ്കിലും ചില സ്കിൻ കണ്ടീഷൻസും അതിന് വേണ്ടുന്ന ഹെർബൽ ഇൻഗ്രീഡിയൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആക്നെ ആൻഡ് ബ്ലെമിഷസ് നോക്കാം. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ആക്നെ അല്ലെങ്കിൽ ബ്ലെമിഷസ്. അപ്പൊ നമുക്ക് ഈ ഒരു ആക്നെ കണ്ടീഷനിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ത്രിബലയാണ്. അപ്പൊ ത്രിബല വെച്ചിട്ട് നമുക്ക് ഫേസ് മാസ്കുകൾ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ത്രിബല കഷായം വെച്ച് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ആക്നേസിനെയും ബ്ലെമിഷസിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഏലാദി ചൂർണം. ഏലാദി ചൂർണം അല്ലെങ്കിൽ ലോദ്രാദി ചൂർണം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് വാങ്ങിയ ശേഷം വെണ്ണ മാറ്റിയിട്ടുള്ള തൈരിലെ ആ ഒരു അവസ്ഥ, അതായത് മോര്, ആ മോരിലേക്ക് ഏലാദി ചൂർണം അല്ലെങ്കിൽ ലോദ്രാദി ചൂർണം ഇട്ട ശേഷം ഫേസ് മാസ്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മറ്റൊന്നാണ് നിംപാതി ചൂർണം. നിംപാതി ചൂർണം ഉപയോഗിച്ചിട്ടും നമുക്ക് ഫേസ് മാസ്കുകൾ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നേരിടുന്ന വൺ ഓഫ് ദ സ്കിൻ ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഏജിങ് ആൻഡ് റിങ്കിൾസ്. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രിമച്ചർ ഏജിങ് വരാം. ഒത്തിരി ലൈറ്റ് എക്സ്പോഷർ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സൺ എക്സ്പോഷർ വരുന്ന ആളുകൾക്ക് സാധാരണയായിട്ട് പ്രിമച്ചർ ഏജിങ് വരാറുണ്ട്. അതുപോലെ തന്നെ 30+ ആയി കഴിയുമ്പോൾ നമുക്ക് ഏജിങ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഫേസിൽ വന്നു തുടങ്ങും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പൊമഗ്രനേറ്റ്. പൊമഗ്രനേറ്റ് അതായത് മാതള നാരങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓയിൽ പ്രിപ്പറേഷൻസ് ഒക്കെ സ്കിന്നിനെ കൊളാജന്റെയും ഇലാസ്റ്റിന്റെയും ഫോർമേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഏജിങ് കുറയ്ക്കാനും സഹായിക്കും. മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലിക്കോറൈസ് അഥവാ ഇരട്ടിമധുരം. അതുപോലെ തന്നെ സാഫ്രോൺ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ധാരാളമായിട്ടുള്ളതാണ്. അലോവേര, ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള മറ്റ് ഹെർബ്സ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി, ഇതെല്ലാം ഏജിങ്ങിനെ തടയാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയന്റുകളാണ്. ഇനി സാധാരണയായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻസും ഡാർക്ക് സ്പോട്ട്സും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഹെർബുകളുണ്ട്. ചന്ദനം, രക്തചന്ദനം, മഞ്ചിഷ്ട, ഇരട്ടിമധുരം, ഇവയെല്ലാം നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ വൈറ്റനിങ് ആക്കാനും റെജുവിനേറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ടാനിങ് ഉള്ള അവസ്ഥയിൽ, സൺ ഡാമേജ് വന്നിട്ടുള്ള അവസ്ഥയിൽ, സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉള്ള അവസ്ഥയിലൊക്കെ ഈ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ് പാക്കുകളും ഓയിൽസും ഒക്കെ യൂസ് ചെയ്യുന്നത് സ്കിന്നിന്റെ ഒരു ഈവൻ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും ഹൈപ്പർ പിഗ്മെന്റേഷനെ അതായത് മെലനിൻ ഡെപ്പോസിറ്റിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഡ്രൈനെസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെച്ചാൽ മാത്രമാണ് ഒരു ടൈറ്റ്നെസ് ഉള്ളത് കുറയുള്ളൂ, ഫ്ലേക്കിനെസ് ഇല്ലാതിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നല്ല മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. കോമൺലി നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു റെസിപ്പിയാണ് ശതദൗതഘൃതം. 100 ടൈം വാഷ്ഡ് ഗീ. കുറച്ച് നല്ല പശുവിന്റെ നറുനെയ്യ് എടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. അങ്ങനെ 100 തവണ അത് കഴുകി എടുക്കുമ്പോൾ അത് പരിശുദ്ധമാവുകയും അത് നമ്മുടെ സ്കിന്നിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള സ്കിന്നിലുള്ള വാട്ടറിനെ ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസർ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് പകരം നമുക്ക് ബട്ടേഴ്സ്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിയ ബട്ടർ, ആൽമണ്ട് ബട്ടർ, കൊക്കോ ബട്ടർ, കുക്കും ബട്ടർ, മാംഗോ ബട്ടർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊന്നും കൂടാതെ ഗ്ലിസറിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി റെഡ്നെസ് ആൻഡ് സെൻസിറ്റിവിറ്റി. ചില അവസ്ഥകളിൽ നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും അല്ലാതെയും ഒക്കെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആവാനും റെഡ്നെസ് വരാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയന്റുകളിൽ ഒന്ന് അലോവേരയാണ്. അലോവേര ജെല്ല് അല്ലെങ്കിൽ അലോവേര ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസിലുള്ള റെഡ്നെസ്സും ഇറിറ്റേഷനും സെൻസിറ്റിവിറ്റിയും കുറയ്ക്കാൻ കാരണമാകുന്നു.
അതുപോലെ തന്നെ ഓട്ട്മീൽ സ്കിന്നിൽ ഉണ്ടാകുന്ന സെൻസിറ്റിവിറ്റിനെയും റെഡ്നെസ്സിനെയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഇപ്പോൾ നമുക്കിടയിൽ കാണുന്ന ചില കോമൺ ഇഷ്യൂസും അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട ചില ഡ്രഗ്സിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായും തംസ് അപ്പ് ചെയ്യണം. അതുമാത്രമല്ല നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ യൂസ് ചെയ്യാറുള്ള ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഹെർബ്സും ഒക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.